ഹായ് എല്ലാവർക്കും നമസ്കാരം. ഫിറോസ് ദാദുവാണ്. എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പം കൂട്ടുകാർക്ക് കാര്യം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ സ്വന്തം ഫോട്ടോ വെച്ചുകൊണ്ട് നിങ്ങൾക്കൊരു ഹാപ്പി ന്യൂ ഇയർ ഒരു ഗ്രീറ്റിംഗ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തുന്നത്. ഈ ആപ്ലിക്കേഷൻ ലിങ്ക് ഇവിടെ താഴെ കമന്റ് ബോക്സിൽ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ യൂട്യൂബിലാണ് കാണുന്നത് ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ വെച്ചിട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങളുടെ കമ്പനിയുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ സ്വന്തം ഫോട്ടോ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഫോട്ടോ ഫ്രെയിം ഉണ്ടാക്കി നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാർക്ക് വാട്സപ്പിലൊക്കെ സ്റ്റാറ്റസ് വെക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ഫോട്ടോ ഫ്രെയിം നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുന്ന കിടിലൻ ആപ്ലിക്കേഷനാണ്. കൂട്ടുകാർ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ ഈ 2025 എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ എന്ന് കൂടി ഈ അവസരത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇനി അധികം സമയം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ഇത് കഴിഞ്ഞാൽ ഇതുപോലുള്ളൊരു ഇൻ്റർഫേസ് ആയിരിക്കും ഉണ്ടാകുക. ഇവിടെ ഫസ്റ്റിൽ കാണുന്ന ഓപ്ഷൻ പോർട്രേറ്റ് ഫ്രെയിം, അതായത് നമുക്ക് കുത്തനുള്ള ഒരു ഫ്രെയിമിലുള്ള ഫോട്ടോ ആണ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യേണ്ടതെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യാം. ഇനി അതെല്ലാം നിങ്ങൾക്ക് ചതുരത്തിലുള്ള, അതായത് ചതുരല്ല സ്ക്വയറായി വരുന്ന ഇതാണെന്നുണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് തൽക്കാലം കുത്തനുള്ള ഞാൻ ഓപ്ഷൻ എടുക്കുന്നത്. അവിടെ എടുക്കുന്ന സമയത്ത് ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് ആയിരിക്കും ഉണ്ടാവുക. ഇങ്ങനെ പരസ്യം ജസ്റ്റ് ഈ ഒരു ആരോ മാർക്ക് ക്ലോസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒട്ടനവധി ഫ്രെയിമുകൾ ഇവിടെ കാണാതിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രെയിം ഏതാണോ ആ ഫ്രെയിം ഇവിടെ നിന്ന് ചൂസ് ചെയ്യുക. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് ഏതെങ്കിലും നല്ല ഫ്രെയിം ജസ്റ്റ് ഒന്ന് ചൂസ് ചെയ്യുന്നത് ഒരുപാട് ടെംപ്ലേറ്റുകൾ ഇതിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഏതാണോ അത് ഇവിടുന്ന് സെലക്ട് ചെയ്യുക. നമ്മുടെ കയ്യിലുള്ള ഫോട്ടോത്തിനനുസരിച്ചുള്ളത് നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്യുക. തൽക്കാലം ഇവിടെ കൊണ്ട് ഓക്കെ ഇത് സെലക്ട് ചെയ്തു. ജസ്റ്റ് അതിനെ മേലെ ടച്ച് ചെയ്യുക. ഇനി നമ്മളെ ഗാലറിയിലുള്ള ഫോട്ടോ ജസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ചെറിയ പരസ്യം കണ്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മളെ ഫോട്ടോ അതിനുള്ളിലേക്ക് എത്തിക്കഴിഞ്ഞ് നമ്മൾ കൈ വിരലുകൊണ്ട് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ പേരോ കാര്യങ്ങളോ ഏതെങ്കിലും ടെക്സ്റ്റ് അതിൽ ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. നമുക്ക് നമ്മുടെ പേരെന്തെങ്കിലും എഴുതി കൊടുക്കണമെങ്കിൽ ഇവിടെ എഴുതി കൊടുക്കാം. നമ്മുടെ ഫിറോസ് ദാദു എന്ന് എഴുതുന്നു. ഓക്കെ, അതിനുശേഷം മുകളിൽ കാണുന്ന ടിക്ക് മാർക്ക് കൊടുക്കുക. ടിക്ക് മാർക്ക് കൊടുത്താൽ ഫോട്ടോയുടെ പേരോടെ എത്തിക്കഴിഞ്ഞു. ഇനി ഇതിൽ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കളറിലേക്കൊക്കെ മാറ്റാം. ഏത് കളറാണ് നമുക്ക് കൈക്ക് ആപ്റ്റായിട്ടുള്ളത് അത് കൊടുക്കും. ഈ ഫോണ്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഇഷ്ടംപോലെ ഫോണ്ടുകളുണ്ട്. നമുക്ക് ഏത് ഫോണ്ടാണ് വേണ്ടത് ആ ഫോണ്ട് ഇവിടെ സെലക്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ തൽക്കാലം ഈ ഒരു ഫോണ്ട് തന്നെ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് ആവശ്യാനുസരണം എന്ത് ചെയ്യാം, ഇത് എടുത്തിട്ട് നമുക്ക് എവിടെയാണ് വെക്കേണ്ടത്. ഇപ്പോൾ ഈ ഹാപ്പി ന്യൂ ഇയറിൻ്റെ അടുത്ത് തന്നെ കൊടുക്കാം. ഓക്കെ ഹാപ്പി ന്യൂ ഇയർ ഫിറോസ് ദാദു. എന്നതിന് ശേഷം മുകളിൽ കാണുന്ന സേവ് ബട്ടൺ ക്ലിക്ക് കഴിഞ്ഞാൽ അതെല്ലാം ഇതിലേക്ക് സ്റ്റിക്കറുകളുണ്ട്. നമുക്ക് ഏതെങ്കിലും സ്റ്റിക്കറോ കാര്യങ്ങളോ ഇതിലേക്ക് ഹാപ്പി ന്യൂ ഇയറുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും സ്റ്റിക്കർ നിങ്ങൾക്ക് എക്സ്ട്രാ കയറ്റുന്നുണ്ടെങ്കിൽ അത് ഇവിടുന്ന് കയറ്റാൻ സാധിക്കും. 2025 ഹാപ്പി ന്യൂ ഇയർ അതിവിടെ എത്തി. അത് നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് കൊടുക്കാം. ഓക്കെ നമുക്ക് ഇവിടെ കൊടുക്കാം അല്ലേ. നമുക്ക് ഇഷ്ടമനുസരിച്ച് ഇതുപോലെ കസ്റ്റമൈസ് ചെയ്യട്ടെ നമുക്ക്, അതൊരു പ്രത്യേകത. ഓക്കെ, ഇവിടെ കൊടുത്തു. ഇനി നമുക്ക് സേവ് ചെയ്യാം. സേവ് ചെയ്തിട്ട് നമ്മുടെ ഗാലറിയിലേക്ക് ഓട്ടോമാറ്റിക് ഇപ്പോൾ അത് ഓട്ടോമാറ്റിക് സേവ് ആയി. നമുക്ക് വാട്സപ്പിലേക്ക് ആർക്കെങ്കിലും അയച്ചു കൊടുക്കണമെങ്കിൽ ഇതുപോലെ അയച്ചു കൊടുക്കാൻ സാധിക്കും. സിമ്പിൾ അല്ലേ? എങ്ങനെയുണ്ട്? ഇനി ഇഷ്ടമുള്ള ഒരുപാട് ഫ്രെയിമുകളുണ്ട് ഇവിടെ. നമുക്ക് ഏത് ഫ്രെയിമാണോ വേണ്ടത് ആ ഫ്രെയിമൊക്കെ ഇവിടെ ചൂസ് ചെയ്യാം. നമ്മുടെ ഫ്രെയിം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഒട്ടനവധി ഫ്രെയിമുകൾ ആ ഫ്രെയിമിലേക്കൊക്കെ നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കണ്ടോ. ഒറ്റ ക്ലിക്കിൽ തന്നെ ഇതുപോലെ ആവും. അപ്പോൾ ഏത് ഫ്രെയിമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ആ ഇഷ്ടപ്പെട്ട ഫ്രെയിം നിങ്ങൾ ഇവിടെ ചൂസ് ചെയ്യുക. അത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇനി ഇതിൽ നമുക്ക് ഇതിപ്പം നേരെ കുത്തനുള്ള ഫോട്ടോ ആണ്. നമുക്കിത് മാറ്റിയിട്ട് നേരത്തെ കണ്ടില്ല സ്ക്വയർ ഫ്രെയിം ഉണ്ടല്ലേ, അപ്പോൾ ആ സ്ക്വയർ ഫ്രെയിമിലേക്ക് മാറും. ഇതേപോലെ തന്നെ ചെയ്യാനുള്ളത് കേട്ടോ. പിന്നെ ഇതിൽ പ്രത്യേകിച്ച് ഗ്രീറ്റിങ്ങുകൾ ഇനി ആർക്കെങ്കിലും നമുക്ക് നമ്മുടെ ഫോട്ടോ വെക്കാതെ നല്ലൊരു ഗ്രീറ്റിങ്ങുകൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ഫോട്ടോകളുണ്ട്. അത് നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.